എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പാചകമല്ല, കുറച്ച് പാചകമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് രത്നം വേൾഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. പക്ഷേ എൻ്റെ പേര് രത്നമ്മ എന്നാണ്. പലരും എൻ്റെ പേര് പറയാനായിട്ട് തത്രപ്പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്താണ് ജോലി എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പെൻഷനായ ഒരു പെൻഷനറാണ്. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ട് സർവീസിൽ കയറി. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സൂപ്പർവൈസറി പോസ്റ്റിൽ പെൻഷനായി 2022 ഒക്ടോബറിൽ പെൻഷനായി. LHI എന്നും പറയും ആ പോസ്റ്റിന്, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ. അപ്പം ഞാൻ ഓരോ പാചകങ്ങളും ചെയ്യുമ്പോഴും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പാചകം ചെയ്തത്. എണ്ണ കുറച്ചും ഉപ്പ് കുറച്ചും സ്പൈസിയൊക്കെ കുറച്ചും ഒക്കെയാണ് ഞാനിത്. പലരും പല കമൻറ്റും പല തവണയും എനിക്ക് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടെ എണ്ണയാകാം, ഇതാണോ ഇങ്ങനാണോ, ഇതെല്ലാവരും ചെയ്യുന്നതാണല്ലോ, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ പാകം ചെയ്യാറ്. പിന്നെ എൻ്റെ സർവീസ് ജീവിതം പറയാനാണെങ്കിൽ, ഞാൻ 30 വർഷം ഞാൻ സർവീസ് ചെയ്ത ഒരാളാണ്. 5 വർഷം പ്രൈവറ്റ് മേഖലകളിലും 25 വർഷം സർക്കാർ സർവീസിലും സേവനം അനുഷ്ഠിച്ച ഒരാളാണ്. പക്ഷെങ്കിൽ എൻ്റെ 30 വർഷം ജീവിതവും ഞാൻ വളരെ ബിസിയും തിരക്കും ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് കാലഘട്ടത്തിൽ നമ്മളൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഏറ്റു. ഒരു സൂപ്പർവൈസറി പോസ്റ്റിലെന്ന് പറയുമ്പോൾ ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്. നമ്മളുടെ സബോർഡിനേറ്റ് താഴെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ നോക്കുകയും കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും റിപ്പോർട്ടും അങ്ങനെ ഒക്കെയുള്ള മേലധികാരികൾക്ക് തക്ക സമയത്ത് റിപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി. പിന്നെ സർവീസിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് ജോലി ചെയ്തത്. നല്ലതാണ്, നമുക്ക് ജോലി നല്ലതാണ്, എൻജോയ്മെൻ്റാണ്, എല്ലാമാണ്. പക്ഷേ നമ്മൾ രാവിലെ എണീച്ച് വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി പടച്ച് തല്ലി ജോലിക്ക് പോകുന്നു. വൈകിട്ട് വന്നു കഴിയുമ്പം പിന്നെയും വീട്ടിൽ ജോലികൾ. അപ്പം നമുക്ക് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് റെസ്റ്റ്. പക്ഷേങ്കിൽ നമ്മൾ സർവീസ് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ഒരു എൻജോയ്മെൻ്റാണ്. പലരെയും കാണുന്നു, പല സുഹൃത്തുക്കൾ, ഇഷ്ടംപോലെ കൂട്ടുകാർ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അന്നേരം നല്ല ഒരു സന്തോഷമുള്ളൊരു ജീവിതം തന്നെയാണ് നമ്മുടെ സർവീസ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വിരമിക്കാൻ പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ തലയിലെ ഭാരങ്ങളെല്ലാം ഒഴിച്ചു വെച്ചിട്ട് നമുക്കിനി വീട്ടിൽ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. നമുക്കൊരു സമയപരിധിയുണ്ട്. അത് അതിക്രമിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പം നമ്മൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയമായപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സർവീസിൽ നിന്ന് വിരമിക്കാമല്ലോ, നമുക്കിനി സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കാമല്ലോ, ഓടിപ്പടച്ച് ജോലിക്ക് ഓഫീസിലൊന്നും പോകണ്ടല്ലോ. നമ്മൾ ഫീൽഡ് വർക്കൊക്കെ ഒത്തിരി ചെയ്താൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽഡിലൊക്കെ പോകണം, സജീവമായിട്ട് പോകണം. പിന്നെ നമുക്ക് സൂപ്പർവൈസറി പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ സൂപ്പർവിഷനായിരുന്നു പ്രാധാന്യമെങ്കിലും നമ്മൾ ഫീൽഡിലൊക്കെ പോകണം. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അങ്ങനെ ഞാൻ 2022 ഒക്ടോബറിൽ പെൻഷനായി. ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയും പോകണ്ടല്ലോ. പക്ഷെ നമ്മുടെ വരുമാനം കുറയുക. നമ്മളുടെ ശമ്പളത്തിൻ്റെ നമ്മുടെ കൈ നിറച്ച് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൽ ശതമാനം കുറയുകയാണ്. ആ ശമ്പളത്തിൻ്റെ വരവ് കുറയുകയാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ജീവിക്കുകയും വേണമല്ലോ. നമ്മൾ അടിച്ചു പൊളിച്ച് സന്തോഷം എൻ്റെ ഫാമിലിയിൽ എനിക്കൊരു മോളേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ മോളും ഞങ്ങൾ വളരെ ഹാപ്പി ലൈഫാണ്. എങ്കിലും വീടല്ലേ, കുടുംബമല്ലേ, പൊട്ടലും ചിറ്റലും ഒക്കെ ഉണ്ട്. എപ്പോഴും ഞാനൊരു വഴക്കാളിയാണ് വീട്ടിലെ. അച്ഛനോടെയും മോളോടെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജോലിക്ക് പോകുമ്പം അതിൻ്റെ വഴക്ക്, എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴക്ക്. അപ്പോൾ അവർ പറയും, സർവീസിൽ നിന്ന് നമ്മൾ വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്വസ്ഥതയും തരത്തില്ലെന്ന് വീട്ടിലെപ്പോഴും ഇവർ രണ്ടുപേരോട് പറയാം. അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിൽ. അപ്പോൾ ഞാൻ പെൻഷനായ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. രാവിലെ എണീക്കേണ്ട, നമുക്ക് ഇതൊക്കെ എണീച്ചാൽ മതി,
അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ ആ സന്തോഷം എനിക്കിപ്പം വിനയായിരിക്കുകയാണ്. കാരണം എൻ്റെ കൃത്യനിഷ്ഠകളെല്ലാം തെറ്റി. അപ്പം ഞാൻ സർവീസിലിരിക്കുന്ന ആൾക്കാരോടും ഇനി വിരമിക്കാൻ പോകുന്നവർക്കൂടെ ഉള്ളൊരു സന്ദേശമാണിത്. നമ്മളൊരിക്കലും പെൻഷനായെന്നും പറഞ്ഞ് നമ്മളുടെ ആ റുട്ടീൻ ഒരിക്കലും മാറ്റാൻ പാടില്ല. നമ്മൾ രാവിലെ എണീക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ റുട്ടീൻ, അതുപോലെ തന്നെ ഓരോ യോഗ, അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യുമായിരുന്നു. സമയം കണ്ടെത്തി ഒരു 10-15 അല്ലെ അരമണിക്കൂറൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവർ അതേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ പെൻഷനായി, നമ്മളിന് സ്വസ്ഥമായി, നമുക്കിനി ഒന്നും നോക്കണ്ട, വീട്ടിൽ എപ്പോഴെങ്കിലും വല്ലതും ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്നുള്ള ആ രീതി അങ്ങ് മാറ്റിയിട്ട് നമ്മൾ സർവീസിൽ ഇരുന്ന സമയത്ത് എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്തു പോകും. ഞാനിപ്പോൾ രാവിലെ അങ്ങനെ എണ്ണീക്കാറില്ല. അത് ആരോഗ്യ പ്രശ്നമുണ്ട്, എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നമുണ്ട്. ഫിസിക്കലി അത്ര ഫിറ്റല്ല, കാരണം എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി അസുഖങ്ങളുണ്ട്. പിന്നെ അത് രാവിലെ എണ്ണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെങ്കിലും ഞാൻ കരഞ്ഞ് വിളിച്ചൊക്കെ എണ്ണീച്ച് രാവിലെ വടച്ചേരി ഓഫീസിലെത്തും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഞാൻ ലാസ്റ്റ് കുറേ നാൾ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ പെൻഷനായത്. 10-15 വർഷം ആ സ്ഥാപനത്തിൽ തന്നെ ഇരുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണത്. അപ്പോൾ ഞാൻ പെൻഷനായപ്പോഴും എനിക്ക് 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. പെൻഷനായപ്പോഴും അവിടെ ഇരുന്നാണ് പെൻഷനായത്. അപ്പോൾ എനിക്ക് രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ ഞാൻ 9:10 ആകുമ്പോഴത്തേനെ അവിടെ ചെല്ലും. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാത്ത രീതിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ രാവിലെ എണ്ണിക്കത്തില്ല. ഇപ്പം രാവിലെ എണ്ണിച്ചിട്ട് എണ്ണിക്കാൻ വയ്യ, വേദന അസ്വസ്ഥതകളാണെന്ന് പറഞ്ഞ് കിടക്കും. പിന്നെ നമ്മൾ എണ്ണിക്കുന്നത് 9 മണിക്ക് എണ്ണീച്ച് നമ്മളുടെ റൂട്ടീൻ, നമ്മുടെ പ്രഭാത ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിൽ പിന്നെ അടുക്കളയിൽ കയറും. അപ്പോഴത്തേന് ഹസ്ബൻഡ് ചായയൊക്കെ ഇട്ട് തരും കേട്ടോ. ഉള്ളി ചായ ഇട്ട് തന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ട് കഴിക്കും. ഉച്ചക്കലത്തെ ലഞ്ച് ലേറ്റായിട്ട് കഴിക്കും. വൈകിട്ടത്തെ ചായ ലേറ്റായിട്ട് കഴിക്കും. പിന്നെ അത്താഴം അങ്ങനെ നമ്മളങ്ങനെ കഴിക്കാറില്ല. ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അത്താഴത്തിന് അങ്ങനെ ചോറ് ഉപയോഗിക്കാറില്ല. കുറേ നാളുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കത്തില്ല, എന്തെങ്കിലും ഒന്നേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, റിട്ടയർഡ് ആവുന്നവരാരും നമ്മൾ ഇത് തന്നെ ലാക്കെന്ന് വിചാരിക്കരുത്. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ജോലിക്ക് പോകണ്ട എന്നൊക്കെ ഓർത്ത് 2-3 ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായി. 4ൻ്റെ അന്ന് എനിക്ക് സങ്കടമായി, വിഷമമായി. നമുക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഓഫീസിൽ പോയി ഇരുന്നാൽ അതൊരു നല്ലൊരു സന്തോഷം തന്നെയാണ്. പലരുമായിട്ടും സംസാരിക്കുകയും കാര്യം പറയുകയും ജോലിയിൽ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുകയും അത് നല്ലൊരു സുഖമുള്ള കാര്യം തന്നെയാണ്. സർവീസ് ജീവിതം എന്ന് പറയുന്നത് സുഖമുള്ള കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ടെൻഷനായി. പിന്നെ എൻ്റെ സഹപ്രവർത്തകരാരും എന്നെ വിളിക്കുന്നില്ല, അവർക്കൊക്കെ തിരക്കാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണിപ്പം. അപ്പോൾ അവരാരും എന്നെ വിളിക്കുന്നില്ല, എൻ്റെ ആത്മസുഹൃത്തുക്കൾ പോലും എന്നെ വിളിക്കുന്നില്ല, അവർക്കൊന്നും സമയമില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, വെപ്രാളമായി, എനിക്ക് ഉറക്കമില്ല, രാത്രി ഉറങ്ങത്തില്ല. 2 മണി വരെ ഇവിടെ യൂട്യൂബും നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആയപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാനിങ്ങനെ ഓരോ യൂട്യൂബും കാണുമ്പോൾ ഞാൻ ആലോചിക്കുകടാ, ഇങ്ങനെ യൂട്യൂബ് കൊള്ളാമല്ലോ, സംഭവം കൊള്ളാമല്ലോ, നമുക്ക് നമ്മുടെ മാനസികമായിട്ടൊരു നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും കിട്ടും, നമുക്കൊരു നല്ല നേരം പോവുകയൊക്കെ ചെയ്യുമല്ലോ. എങ്കിൽ പിന്നെ യൂട്യൂബ് തുടങ്ങാം. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ പല ചാനലും യൂട്യൂബിൻ്റെ പിന്നെ ക്രിയേറ്റർമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ചാനലൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ മോള് ഭയങ്കര വില്ലത്തിയാണ്, അവൾക്ക് ഇതെല്ലാം അറിയാം. അവൾ എന്നിട്ട് അമക്കി വെച്ച്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളൊന്നും ചെയ്തു തരത്തില്ല, അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ വഴക്കുണ്ടാക്കി അവർ എന്തായാലും അങ്ങനെയൊക്കെയോ എനിക്ക് ചാനൽ റെഡിയാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പെൻഷനായി എന്നും പറഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് ആയി, നമുക്കിനി സമയത്തിന് എണ്ണീക്കണ്ട, എപ്പോഴെങ്കിലും എണ്ണീച്ചാൽ മതി, നമ്മൾ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതി അങ്ങ് മാറ്റണം. ഞാൻ എൻ്റെ രീതിയാണ്, കേൾക്കുന്നവർക്ക് ഇവർ മറ്റുള്ളവർക്കൊരു പ്രചോദനം നൽകുവാണല്ലോ. പ്രചോദനമല്ല, ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനെ സർവീസിലിരിക്കുന്നവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും നമ്മൾ വിഷമിതരാവരുത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മുടെ സർവീസ് ജീവിതം നയിച്ചു കൊണ്ടുപോയിരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ആ റുട്ടീൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അത് ബ്രേക്ക് ആക്കുകയോ ചെയ്യരുത്. ബ്രേക്ക് ആക്കിയാൽ നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോകും. പിന്നെ ഞാൻ എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ, സമയം കണ്ടെത്തി. നമുക്ക് സമയമില്ലെന്നേ ഉള്ളൂ, സമയനിഷ്ഠയില്ല.
സമയനിഷ്ഠയൊക്കെ പോയി. നമ്മൾ രാവിലെ എണ്ണീച്ചില്ലെങ്കിൽ നമുക്ക് സമയത്തിന് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. രാവിലെ നമ്മൾ സാധാരണ എണ്ണീക്കുന്ന പോലെ രാവിലെ എണ്ണീച്ച് നമ്മൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം ചെയ്ത് നമ്മൾ സമയത്തിന് ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് ഒക്കെ ഇരിക്കാമെങ്കിൽ നമുക്ക് ഒത്തിരി സമയവും കിട്ടും. പിന്നെ നമുക്ക് പുറത്തുള്ള നമ്മുടെ വീട്ടിലെ പച്ചക്കറികളോ ചെടികളോ ഒക്കെ പരിപാലിക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമുക്കിങ്ങനെയുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ലായിരുന്നു. ഇനി ഞാനിപ്പം അതെല്ലാം മാറ്റിമറിച്ച് ഇപ്പോൾ സമയം കണ്ടെത്തി. എന്നോട് പലരും പറയുന്നുണ്ട് അങ്ങനെ ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇപ്പം ടീച്ചറാണ്. പുള്ളിക്കാരി ഇപ്പം എന്നെക്കാൾ ഇളയതാണ്. പുള്ളി ഇപ്പം ഈ അടുത്ത വർഷം പെൻഷനാകത്തേ ഉള്ളൂ. പുള്ളി എന്നോട് പറയും അതങ്ങനെ ആവരുത്, ഇനി എൻ്റെ കാര്യം എന്തായിത്തീരും. പുള്ളി പക്ഷേ അങ്ങനെയൊന്നും അല്ല, അവർ അത് തന്നെ പാലിച്ചു പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എനിക്കൊന്നേ പറയാനുള്ളത്, എല്ലാവരും എന്നെപ്പോലെ ആവരുതേ. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.